മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണടോ. ആണായാലും പെണ്ണായാലും മലയാളിയാണോ നല്ല കള്ള് കണ്ടാൽ വിടൂല, ഒരു പിടി പിടിക്കും. കൂടെ നല്ല വെന്തുടഞ്ഞ കപ്പ വേവിച്ചതും കുടംപുളിയിട്ട എരിവ് മുന്നിട്ട് നിൽക്കുന്ന മീൻകറിയും കൂടിയായാലോ പിടിവിട്ടുപോകും. പക്ഷേ ഇത് മൂന്നും കൂടി കിട്ടണമെങ്കിൽ ഏതെങ്കിലും കള്ള് ഷാപ്പിൽ തന്നെ പോകണം. നാട്ടിലുള്ള മലയാളികൾക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും കള്ള് ഷാപ്പുണ്ട്. അങ്ങനെയാണോ പാവം പ്രവാസി മലയാളികളുടെ കാര്യം? ഇവിടം വിട്ടാൽ പിന്നെ നല്ല കള്ളുകൊണ്ട് നാവും തൊണ്ടയും ഒന്ന് നനയ്ക്കണമെങ്കിൽ തിരിച്ച് നാട്ടിലെത്തണം. അതിന് ചിലപ്പോൾ ഒന്നോ അതിലധികമോ വർഷങ്ങളെടുത്തേക്കും. അതുവരെ നാട്ടിലുള്ള കൂട്ടുകാരുടെ കള്ളടിക്കഥകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കള്ളിൻ്റെയും കപ്പയുടെയും കറികളുടെയും ഒക്കെ കൊതിപ്പിക്കുന്ന പിക്സും കണ്ട് വെള്ളമിറക്കാനാണ് വിധി. എന്നാൽ UK മലയാളികൾക്ക് നല്ല പനങ്കള്ള് കുടിക്കാൻ ഇപ്പോൾ നാട്ടിലെത്തണമെന്നില്ല. അവിടെ ഒരു മലയാളി, എറണാകുളം ചിലവന്നൂരുകാരൻ ജോൺ സേവ്യർ ഒരു കള്ള് ഷാപ്പ് നടത്തുന്നുണ്ട്. കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ തനി കള്ള് ഷാപ്പ്. കള്ള് മുതൽ കപ്പയും പാലപ്പവും കള്ളപ്പവും നന്നായി വീശിയടിച്ച് ചുട്ടെടുത്ത പൊറോട്ടയും സാൽമണും കരിമീനും കണവയും കൊഞ്ചും ചെമ്മീനും കക്കായിറച്ചിയും കല്ലുമ്മക്കായും ഞണ്ടും മുയലും താറാവും പോർക്കും മട്ടണും ബീഫും ചിക്കനും ഉൾപ്പെടെ നാട്ടിലെ ഷാപ്പിൽ കിട്ടുന്ന സകല കറികളും ഇവിടെയുണ്ട്. അതും തനി ഷാപ്പ് രുചിയിൽ തന്നെ. ലേശം എരിവ് മുന്നിട്ട് നിൽക്കുന്ന സ്പൈസി കറികൾ, പൊറോട്ടയും ബീഫ് റോസ്റ്റും നാടൻ കോഴിപ്പെരട്ടും മീൻ പൊരിച്ചതിനും ആവശ്യക്കാരേറെ. തവളപിടുത്തം നിരോധിച്ചതോടെ ഇന്ന് നാട്ടിലെ കള്ളുഷാപ്പുകളിൽ പോലും കിട്ടാത്ത പൊരിച്ച തവളക്കാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന വിഭവം. തൊട്ടുപിറകിൽ പൊറോട്ടയും ബീഫുമാണ്. എല്ലാത്തിനുമൊപ്പം ഫ്രഷായ പനങ്കള്ളിൻ്റെ രുചിയും മണവും കൂടിയാകുമ്പോൾ വായിൽ കപ്പലോടാനുള്ള വെള്ളം നിറയും. 20 വർഷം മുൻപ് പഠിക്കാനായി UK ജോൺ സേവ്യറിന് പ്രവാസത്തിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് തൻ്റെ ഫേവററ്റ് ഭക്ഷണമായിരുന്നു. പ്രത്യേകിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാപ്പ് രുചികൾ. അതിനൊരു പരിഹാരം തേടിയുള്ള ആലോചനകളാണ് ജോണിനെ ഒരു സംരംഭകനാക്കിയത്, ഒരു ഷാപ്പ് ഉടമയാക്കിയത്. അങ്ങനെ ഇംഗ്ലണ്ടിലെ നോർത്താംപ്ടണിൽ ഒരു കുഞ്ഞു സംരംഭം തുടങ്ങി. അതാണ് ഇന്ന് UK മലയാളികൾക്കിടയിൽ തരംഗമായി മാറിയ തട്ടുകട കള്ള് ഷാപ്പ്. നമസ്കാരം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാൻ വരുമ്പം ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ നാടൻ തനിമയിൽ ഉള്ള ഭക്ഷണവും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാശയം ഭക്ഷണം ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമുക്കൊരു നോസ്റ്റാൾജി ആണല്ലോ. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ കുമരകത്ത് കള്ള് ഷാപ്പിൽ പോവുക എന്നുള്ളൊരു ആഗ്രഹവും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും കൊണ്ട് അങ്ങനെ തോന്നിയൊരാശയമാണ്. നൊസ്റ്റാൾജിയ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളികളിൽ പലരും ജോണിൻ്റെ തട്ടുകട ഷാപ്പിൽ നിന്നും ഒരൽപ്പം കള്ള് മോന്താൻ 10-11 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ എത്താറുണ്ട്. നാട്ടിൽ മലബാറിൽ നിന്നൊക്കെ കള്ളും കപ്പയും കറികളും കഴിക്കാനായി മാത്രം മണിക്കൂറുകളെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി കുട്ടനാട്ടിലെത്തി കള്ളടിച്ചിട്ട് പോകുന്നത് പോലെ ഒരു ഫീലാണ് പലർക്കും. മലയാളികളാണ് തട്ടുകട ഷാപ്പിലെ പ്രധാന സന്ദർശകർ. പിന്നെ എത്തുന്നത് തമിഴരാണ്. കള്ളിൻ്റെ രുചി പിടിച്ചതോടെ സായിപ്പന്മാരും സ്ഥിരമായി വന്നു തുടങ്ങി. ബിയറിൻ്റെ പ്രകൃതിദത്ത രൂപമായിട്ടാണ് അവർ പനങ്കള്ളിനെ കാണുന്നത്. വിഭവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഷാപ്പിന് പുറത്ത് ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ബോർഡിന് പോലും നാട്ടിലെ ഷാപ്പുകളുടെ അതേ മുഖമാണ്. വെള്ളയിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കള്ള് ഷാപ്പ് എന്നെഴുതിയിരിക്കുന്നു. തൊട്ടു താഴെയായി കള്ള് ഷാപ്പ് ഉൾപ്പെടുന്ന എക്സൈസ് റേഞ്ചും ലൈസൻസിയുടെ പേരും. ഏറ്റവും താഴെയായി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന സ്റ്റാറ്റ്യൂട്ടറി വാണിംഗും. നോർത്താംപ്ടണിലെ ഗോൾഡ് സ്ട്രീറ്റിലാണ് ഈ ഷാപ്പ്. ഇന്ത്യയിൽ നിന്ന് ജോലി തേടിയും പഠനത്തിനുമായി UK വിദ്യാർത്ഥികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നിലവിൽ 14 വിദ്യാർത്ഥികളുണ്ട് ഇവിടെ പാർട്ട് ടൈം ജോലിക്ക്. ഇവരിൽ മലയാളികളും തമിഴരും ഒക്കെയുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമാണ് പ്രധാനമായും ഇവിടെ കള്ളെത്തിക്കുന്നത്. കള്ള് ചെത്തിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ പാക്ക് ചെയ്ത് അധികം പുളിക്കുന്നതിന് മുൻപ് തന്നെ വിമാനം കയറ്റി UK എത്തിക്കണം. എല്ലാ എക്സൈസ് നടപടികളും പൂർത്തിയാക്കിയാണ് ശ്രീലങ്കയിൽ നിന്നുള്ള കള്ള് UK എത്തുന്നത്. കാഴ്ചയിലും രുചിയിലും വീര്യത്തിലും കേരളത്തിലെ കള്ളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ശ്രീലങ്കൻ കള്ള്. എന്നാൽ ആഫ്രിക്കൻ കള്ളിന് കുറച്ച് മങ്ങിയ വെള്ളനിറമാണ്. കള്ളിനൊപ്പം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മദ്യബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണ്. കാനഡയിൽ ഒരു മലയാളി വികസിപ്പിച്ച മന്ദാകിനി നാടൻ വാറ്റും പോളണ്ടിൽ ഒരു മലയാളി ഉൽപ്പാദിപ്പിക്കുന്ന മലയാളി ബിയറുമെല്ലാം ആദ്യമായി UK എത്തിച്ചതും ജോൺ സേവ്യർ തന്നെയാണ്. UK മലയാളികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്ന് തന്നെയാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ ജോണിന് പറയാനുള്ളത്.
ഇവിടെ വരുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ചും സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത് ബിസിനസ് തുടങ്ങണം എന്ന് തന്നെയാണ്. കാരണം ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു രാജ്യമാണ്. അത് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും ഇവിടെ കിട്ടാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി പിള്ളേർ മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. UK-യിലെ കർശനമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഒട്ടും മായമില്ലാത്ത കള്ള് മാത്രമേ ഇവിടെ വിൽക്കാനാകൂ. UK-യിൽ ആർക്കും ഒരു സംരംഭം തുടങ്ങാൻ എളുപ്പമാണെന്നും നടപടികളെല്ലാം സുതാര്യമാണെന്നും ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമാണെന്നും ജോൺ പറയുന്നു. ഇവിടെ പ്രസ്ഥാനം തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലൈസൻസുകളും കാര്യങ്ങളും എല്ലാം സ്ട്രിക്റ്റാണ്. പക്ഷേ ആ തുടങ്ങിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ നാട്ടിനേലും ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. കാരണം ആദ്യത്തെ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കും. പക്ഷെ എല്ലാം ഭയങ്കര ട്രാൻസ്പെറൻ്റാണ്. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നടത്തിക്കൊണ്ടുപോകാൻ ഇവിടെയാണ് എളുപ്പം. മലയാളികൾക്കിടയിൽ മാത്രമല്ല അവിടെയുള്ള മറ്റ് ഇന്ത്യക്കാർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സ്വദേശികൾക്കുമിടയിൽ ഒരുപോലെ പേരെടുക്കുകയാണ് ജോണിൻ്റെ ഈ തട്ടുകട ഷാപ്പ്. മലയാളിയെ ഇവിടേക്ക് ആകർഷിക്കുന്നത് നാടിനോടുള്ള ഗൃഹാതുരതയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇവിടം വ്യത്യസ്തമായ ഒരു രുചിയിടമാണ്. ഈ സ്വീകാര്യത വലിയ നേട്ടമാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ജോൺ സേവ്യർ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം അത് തുള്ളി തുള്ളി